പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. വിപ്ലവം സൃഷ്ടിക്കുന്ന മസ്റ്റ് ഹാവ് ഫീച്ചർ. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വേണം അപ്ഗ്രേഡ് ചെയ്യാൻ. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിനൊക്കെ മുമ്പ് ഒരു 2018 എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ മറ്റേ ടെക് മാഗിയുടെ EV ലാബിൽ ഇട്ടേക്കുന്ന ഒരു രേവയൊക്കെ ആയിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന വണ്ടികൾ. പിന്നെ മഹീന്ദ്രയുടെ കുറച്ച് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമല്ല. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ അവർ പുതിയൊരു ടെക്നോളജീനെ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് അവർ ലോഞ്ച് ചെയ്തതായിരുന്നു. എന്നാൽ ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ വന്നത് 2018 നമ്മുടെ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു മാർക്കറ്റിലേക്ക് കംപ്ലീറ്റ്ലി പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്താണ്. അങ്ങനെ അവർ 2-3 മോഡൽസൊക്കെ ഇറക്കി. ഏകദേശം ഒരു ഇയർ 2024 ആയപ്പോഴത്തേക്കും നമ്മുടെ പഞ്ച് EVയുടെ ഫസ്റ്റ് മോഡൽ അവർ ലോഞ്ച് ചെയ്തു. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മുംബൈയിലുള്ള ജിയോ കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടെ വെച്ച് അവരൊരു അടിപൊളി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. കാണുമ്പം വലിയധികം ചേഞ്ചസ് ഒന്നും തോന്നത്തില്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫേസ് ലിഫ്റ്റ്. നമ്മളൊരു ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഗ്രേഡ്സ് എനി കാർ ഹാസ് ബീൻ ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു അപ്ഗ്രേഡോട് കൂടി വന്നിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റയുടെ പഞ്ച് EVയാണ് നമ്മുടെ കൂടുതൽ ഇന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. കുറേയധികം പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ടു ഡോക്ടർ ഡ്രൈവ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്പേഴ്സ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 12 ലക്ഷത്തിന് അണ്ടറിൽ വരുന്ന കാറുകൾ അല്ലെങ്കിൽ 12 ലക്ഷത്തിന് മുകളിൽ വരുന്നൊരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കൊല്ലം 16 ലക്ഷത്തോളം വണ്ടികൾ സെല്ല് ചെയ്യുന്നുണ്ട്. അതിൽ 10% നമ്മുടെ EV ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ അഡാപ്റ്റേഷൻസ് നടക്കുന്നുണ്ട്. എന്നാൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്. അതിന് മെയിൻലി ഒരു 3 പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ആൾക്കാർ ഫേസ് ചെയ്തിരുന്നത്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളൊരു EV എടുത്തു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ റേഞ്ച് നമുക്ക് പണി തരും. അല്ലെങ്കിൽ പല EVകൾക്കും ഈ കമ്പനി ഒന്നും ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരു ഫസ്റ്റ് കാർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് EV സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്തിരുന്നൊരു ഇഷ്യൂ ആയിരുന്നു ഒന്നാമത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ചാർജ് ചെയ്യാനെടുക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ ഇപ്പോഴും മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ മതി. ഐ എം നോട്ട് നെയിമിങ് എനി ബ്രാൻഡ്, പക്ഷേ വേറെ പല ബ്രാൻഡ്സിൻ്റെയും കാറുകളൊക്കെ ചാർജ് ചെയ്യാനെടുക്കുന്ന സമയം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിലേക്ക് ഒരു 4-5 മണിക്കൂർ നമ്മളെ സംബന്ധിച്ചൊരു ചാർജിങ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റും. ഡു യു തിങ്ക്? നമ്മളൊരു ഫാമിലിയാണ്, നമ്മളിപ്പോൾ ഞാൻ പാലായിൽ നിന്ന് കോഴിക്കോട് വരെ പോവാം, 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ചാർജ് ചെയ്യുന്നതിനുണ്ട് ഒരു ചാർജ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ് ഫീസിബിൾ? ഒരിക്കലും അല്ല. അതായിരുന്നു രണ്ടാമത് ഫേസ് ചെയ്തൊരു പ്രശ്നം. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടല്ലോ, അതിന് എന്ത് പ്രൈസാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഒരു വണ്ടി മേടിക്കുന്നതിൻ്റെ 40% ബാറ്ററി പാക്കിന് കൊടുക്കണം. അത് മുതലാവോ? ഈ 3 പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ആദ്യകാലങ്ങളിൽ EV പ്രിഫർ ചെയ്യാഞ്ഞതും ഇപ്പോഴും ഒരു പേടിയിൽ നിൽക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 12 ലക്ഷത്തിന് അണ്ടറിലുള്ള സെഗ്മെൻറ്റിൽ 30 ലക്ഷം വണ്ടികൾ വിൽക്കുന്നുണ്ടെങ്കിലും അതിൽ വെറും 1.6 മാത്രമേ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉള്ളൂ. അത് ഈ 3 പ്രോബ്ലംസ് കൊണ്ടാണ്. അതിനുള്ള അടിപൊളി സൊല്യൂഷനാണ് ഈ കിടക്കുന്ന പഞ്ച് EV എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതായത് ഇതിന് ഫസ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് 2 ബാറ്ററി പാക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 kWh, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 kWh. 40 kWh ഏകദേശം 468 കിലോമീറ്ററാണ് ARI സർട്ടിഫൈ ചെയ്ത്. P1+ P2 സൈക്കിൾ എന്ന് പറയുന്ന സാധനത്തിൽ 468 കിലോമീറ്റർ ഈ കിടക്കുന്ന വണ്ടിക്ക്. ഇനി അത് വിട്ടോ, നമ്മുടെ ഒരു റിയൽ വേൾഡ് മൈലേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു C75. ഈ ARI നമ്പേഴ്സാണ് ബാക്കി എല്ലാ ബ്രാൻഡ്സും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞ്. പക്ഷേ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡ് C75 എന്ന് പറയുന്നത് അവർ കുറേ കാലമായിട്ട് EV മാർക്കറ്റിലുണ്ടല്ലോ, അവരുടെ വെഹിക്കിളൊക്കെ ഡ്രൈവ് ചെയ്ത് ഡാറ്റ വെച്ചിട്ട് അവരെടുത്തൊരു ഫിഗറാണ് C75 എന്ന് പറയുന്നത്. C75 മൈലേജ് ഏകദേശം 355 കിലോമീറ്ററാണ് നമ്മുടെ പഞ്ചിൻ്റെ 40 kWh ബാറ്ററി പാക്കിന് വരുന്നത്. ഇനിയിപ്പോൾ 30 kW എടുത്ത്, നേരത്തെ 25-ഉം 35-ഉം ആയിരുന്നു, ഇപ്പോൾ 30-40 kW ബാറ്ററി പാക്ക് ആക്കി. ഇനി 30 kW എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 350 സംതിങ് ആണ് ARI വരുന്നത്. നമുക്ക് റിയൽ വേൾഡിൽ ഏകദേശം 260-ന് മുകളിൽ കിട്ടുന്നതാണ് ടാറ്റ. അത് കിട്ടും, നമ്മളിപ്പോൾ ടാറ്റയുടെ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം അത് കിട്ടും. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം ആയിരുന്നു. അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് ടാറ്റ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഹയർ ബാറ്ററി പാക്ക് 20% തൊട്ട് 80% വരെ വെറും 26 മിനിറ്റും കൊണ്ട് ചാർജ് ആവും. ഇനി അതല്ല, വെറും 15 മിനിറ്റ് കുത്തിയിട്ടാൽ ക്വിക്ക് ചാർജ് എന്നുള്ള രീതിയിൽ 135 കിലോമീറ്ററോളം അത് റൺ ചെയ്യും. 3 എന്ന് പറയുന്ന ലൈഫ് ടൈം വാറണ്ടിയാണ് ദാണ്ട് ഇവന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ദാണ്ട് ത്രൂ ഔട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലായിരുന്നു അവൻ്റെ ഒരു സ്റ്റൈലിംഗ് വന്നിരുന്നത്. പക്ഷേ ഇപ്പം ഇത് 2 രീതിയിൽ 2ആയിട്ട് കട്ടാവുന്ന രീതിയിലായിരിക്കും. ഇവിടെ ദാണ്ട് LED പ്രൊജക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. ഈ ഒരു ബമ്പർ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ പണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു മീശ
മീശക്കാരൻ ചേട്ടൻ്റെ ഒരു മീശ പോലത്തെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, അത് ത്രോട്ട് ചേഞ്ചായി. ഇപ്പോൾ ഒരു പുതിയ സ്റ്റൈലിലുള്ള ഒരു പുതിയ ഡിസൈൻ കോൺസെപ്റ്റിലുള്ള ഒരു ഗ്രില്ലാണ് അവിടെ വരുന്നത്. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇവൻ്റെ ചാർജിങ്ങിൻ്റെ സോക്കറ്റ് വരുന്നത്. നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് നമ്മുടെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിന് വരുന്നത്. ബേസ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും 15 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർത്തോ, ഇതാരെയും കുത്തി പറയുന്നതല്ല, 15 ഇഞ്ച് ടയേഴ്സ് ബേസ് വേരിയൻറ്റ് തൊട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ദാണ്ട് ചെറിയ രീതിയിൽ ആ ഒരു ക്ലാഡിങ്ങിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ ദാണ്ട് ചേഞ്ച് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡോർസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെയിം ഒരു സെറ്റ്സ് ഓഫ് ഡോർസാണ്, അതിൻ്റെ അത് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ദാണ്ട് നോർമലി ഹോൾഡ് ചെയ്യാനും ഇവിടെ ദാണ്ട് സ്മാർട്ട് കീയുടെ ഒരു സ്വിച്ചുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ഡ്യുവൽ ടോൺ കളർ ഫിനിഷാണ്. ഡിഫറെൻറ്റ് കളർ സെറ്റ്സിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ കാണുന്ന പോലെ വൈറ്റ് ഉണ്ട്, ഒരു ഓക്സൈഡ് കളർ ഉണ്ട്, ഒരു ഗ്രേ ഉണ്ട്, ഒരു കാരമൽ ഉണ്ട്, ബംഗാൾ റൂഗ് നമ്മുടെ ആ റെഡ് കളർ. എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഫിയർലെസ് യെല്ലോ ആണ്. അപ്പോൾ ഇതൊരെണ്ണം എടുത്താൽ കൊള്ളാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ സെലറി അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുവാണ്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതിന് റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ എന്താണെങ്കിലും ഞെട്ടും. ഇവൻ്റെ പ്രൈസിങ് എത്രയാണെന്നറിയോ? സ്റ്റാർട്ടിങ് ഫ്രം 9.69 lakhs, 9,69,000 രൂപയ്ക്ക് ഇവൻ്റെ 30 kWh സ്റ്റാർട്ടാവും. ഇനി നിങ്ങൾ പറയുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നല്ലോ, നമ്മളൊരിക്കലും ടോപ്പ് ആൻഡ് വേരിയൻറ്റിൻ്റെ അല്ലെങ്കിൽ വലിയ ബാറ്ററി പാക്കിൻ്റെ പ്രൈസ് പറയുന്നില്ലെന്നുള്ളത്. അതുകൊണ്ട് ഇവൻ്റെ ഞാൻ പറഞ്ഞുതരാം. 10.89 lakhsന് 40 kW സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡൽ കിട്ടും. വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി സാധനം. അതിൻ്റെ ഒരു സംശയമില്ല. നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു മോഡലായിരിക്കും എടുക്കുന്നത്. ഇനി ഫുൾ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് 12,89,000 രൂപ വരുന്നുള്ളൂ. പഴയതിനേക്കാൾ 2 ലക്ഷം രൂപയോളം അവർ കുറച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ബാറ്ററി പാക്ക് കൂട്ടി 2 ലക്ഷം രൂപ കുറച്ച് ഇവരെന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. മാർക്കറ്റ് അങ്ങ് പെനിട്രേറ്റ് ചെയ്യുക. ദാറ്റ്സ് ദ സ്ട്രാറ്റജി ഫോർ ടാറ്റ. ദേ വിൽ ഡു വിത്ത് ദിസ് 5GV. 2024 5GV ലോഞ്ച് ചെയ്തപ്പം ഇന്ത്യയിലെ ഹയസ്റ്റ് സെല്ലിംഗ് മോഡലായിരുന്നു 5GV ഒറ്റ കൊല്ലം കൊണ്ട്. ഈ 2026 നിങ്ങൾ എഴുതി വെച്ചോ, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഹയസ്റ്റ് സെല്ലിംഗ് EV. പക്ക. ഞാൻ പറഞ്ഞാൽ ഡ്യുവൽ കളറാണ്. മുകളിൽ റൂഫ് റെയിൽസ് വരുന്നുണ്ട്, സൺ റൂഫ് ഇവന് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ബാക്ക് ഡോർ ഓപ്പണിങ്. ഫ്രണ്ട് ഡോർ വരുമ്പോൾ അവിടെയാണ്. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡിസൈൻ സ്റ്റൈലിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ്. ഇനി ജസ്റ്റ് ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറലി ഇവന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു അപ്ഗ്രേഡിന് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ ചേഞ്ചസ് ആണ്. ഇത് നിങ്ങൾ നോക്കി, ആ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നാണ്ട നമുക്ക് പിടിച്ചടയ്ക്കാനുള്ളൊരു ഓപ്ഷനും ടാറ്റ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കംപ്ലീറ്റ്ലി LFP വരുന്ന പ്രിസ്മാറ്റിക് സെൽസാണ് ടാറ്റ യൂസ് ചെയ്തേക്കുന്നത്. അതും വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% അതിൻ്റെ എനർജി ഡെൻസിറ്റിയും അതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ ബാൻഡ് ഉണ്ടല്ലോ അതും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 25% ചാർജിങ് ടൈമിൻ്റെ അത് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അതുപോലെ 15% എനർജി കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് ഈ ബാറ്ററി പാക്കിന്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? വെയിറ്റ് ഒട്ടും കൂടിയിട്ടില്ല. 1360 കിലോയാണ് ഇവൻ്റെ വെയിറ്റ് വരുന്നത് 40 kW ബാറ്ററി പാക്ക് വരുമ്പോൾ. പിന്നെ ഇവൻ്റെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഏകദേശം 450 mm വരുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 195 mm വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാറ്ററി അടിയിലായതുകൊണ്ട് അത് ഇടിച്ചതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട്. ഇനി ഇവൻ്റെ അകത്ത് വരുന്ന പവർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 kW ഒരു പവർ ട്രെയിനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പവർ ഫിഗേഴ്സ് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഏകദേശം 2000 Nm ഇവന് ടോർക്കും വരുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ ടാറ്റ ചെയ്തേക്കുന്ന വേറൊരു അഡ്വാൻസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ അത് ശരിക്കും ഒരു 6-in-1 യൂണിറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറും കൺട്രോളറും എല്ലാം കൂടെ ഇതുപോലൊരു യൂണിറ്റിലേക്ക് ടാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞു തരട്ടെ. വെയിറ്റ് റെഡ്യൂസ് ചെയ്തു, എഫിഷ്യൻസി കൂടി, അങ്ങനെ മൊത്തത്തിൽ വണ്ടിയുടെ കേസിൽ കുറേയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കോംപ്ലക്സിറ്റി റെഡ്യൂസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എഫിഷ്യൻസി കൂടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സിസ്റ്റം ഉണ്ട്. അതായത് AC-യും അതുപോലെ തന്നെ ബാറ്ററിയുടെ കൂളിങ്ങും കൂടെ ഇപ്പം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 1% എഫിഷ്യൻസിക്കകത്ത് ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മുകളിലാണ് ഡോർ പാർട്സ് വരുന്നത്. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ് ഇവന് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കയറുമ്പം ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വളരെയധികം തൈ സപ്പോർട്ട് ഇതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും തൈ സപ്പോർട്ട് തന്നിരിക്കുന്ന ഒരു ബാക്ക് സ്പേസ് ആണ് ഇതെന്നുള്ളത് പറയാൻ പറ്റും. ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂണിറ്റ് വരുന്നുണ്ട്. മൊത്തത്തിൽ ശരിക്കും നമുക്ക് ഇരിക്കാൻ സുഖമുള്ളൊരു സ്പേസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ഇതാണ് ഞാൻ അകത്തിരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ. ഞാൻ പറഞ്ഞാൽ നിങ്ങളും ചെക്ക് ചെയ്ത് അത്രകൊണ്ട് കാണിച്ചിട്ട് തൈ സപ്പോർട്ട് താണ്ട വളരെയധികം വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള
ഒരു മെറ്റീരിയൽസാണ് അവിടെ വരുന്നത്. നമ്മുടെ ഡോർ പാഡ് കുറച്ചൊരു പ്ലാസ്റ്റിക് ഫീൽ വരുന്നുണ്ട് ഡോർ പാഡ് വരുമ്പോൾ. പക്ഷേ ഏതാണ്ട് ഹാൻഡിലൊക്കെ പണ്ടത്തേക്കാളൊക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് പുതിയ വിൻഡോ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരു പുതിയൊരു വൈറ്റിഷ് തീമാണ് അതിലൂടെ പോകുന്നത്. തൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. EV-ക്കകത്ത് എന്തിനാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് ചോദിക്കുന്നവരോട്, EV-ക്കകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് റീജനറേഷൻ കൺട്രോൾ ചെയ്യാനാണ്. അതായത് നമ്മൾ സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ പാഡിൽ കൂട്ടിയിട്ടാൽ ഓട്ടോമാറ്റിക്കലി ഒരു ബ്രേക്കിംഗ് വരും. എഞ്ചിൻ ബ്രേക്കിങ്ങിന് ഒരു ചെറിയൊരു സാമ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ശീലം കിട്ടും. ആ ശീലം നിന്നെ ഗെയിം കളിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് ശീലം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് അടിപൊളിയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ 50 കിലോമീറ്റർ 190, അതായത് ഒരു 366, ഒരു 350 മുകളിൽ എന്താണെങ്കിലും ഇതിൻ്റെ വലുത് കിട്ടും. അപ്പാനെ കൊണ്ട് നമുക്കൊരെണ്ണം പറഞ്ഞെടുപ്പിച്ചാലോ? എടുപ്പിക്കുക അല്ലേ? ടിയാഗോയിലും കുറച്ചുകൂടെ റേഞ്ച് ഉള്ളതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കത്തില്ലേ കുറച്ചുകൂടെ. അപ്പോൾ ഇതെന്താണെങ്കിലും എടുക്കാം. പിന്നെ ഒരു ഡ്യുവൽ കളർ ഡാഷ്ബോർഡാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് രണ്ടും വെൻറ്റിലേറ്റഡ് ആണ് കേട്ടോ. മസ്റ്റ് ഹാവ് ഫീച്ചർ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഇവന് വരുന്നത്. പിന്നെ അതാണ്ട് ഇതിൽ ടാറ്റ നീ ഓർക്കുന്നുണ്ട് പണ്ട് നമ്മൾ ടിയാഗോയിലൊക്കെ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ച് റഫ് അല്ലായിരുന്നോ? നമുക്ക് മാറുമ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയത് എങ്ങനെയുണ്ട് റെസ്പോൺസ്? ഒത്തിരി അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വയർലെസ് പാഡ് വരുന്നുണ്ട്. പുറകിൽ 15 വാട്ടായിരുന്നു, ഇവിടെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. നോർമൽ 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ AC എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബാറ്ററി കൂളിങ്ങിനും അതുപോലെ തന്നെ മൊത്തം എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് ഉള്ള ഫസ്റ്റ് ഓട്ടോമാറ്റിക് കോൺസെപ്റ്റാണ്. അത് നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗെയിം കളിക്കാൻ വേണ്ടി എന്തോ എടുത്ത് വെച്ചത് എങ്ങനെ ബാക്ക് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി അത് എക്സിറ്റൊക്കെ അടിച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാ കോൺസെപ്റ്റും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വേണം അപ്ഗ്രേഡ് ചെയ്യാൻ. ശരിക്കും ഒരു അടിപൊളി അപ്ഗ്രേഡ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീ ഇവർക്ക് മാറായിരുന്നു. ടാറ്റാ പുതിയ കീ കൊടുക്കാമായിരുന്നല്ലോ. ഇത് മാറുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഈവൻ അത് ഇടാനുള്ള സ്പേസ് വരെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ കീ കൊടുത്തിട്ടില്ല, മാറിയില്ല. പിന്നെ അതിൻ്റെ ഒരു ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ESP സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ അങ്ങോട്ട് കാണിച്ച ഈ ഹൈ ബീമിൻ്റെ ഒരു സ്വിച്ച് കണ്ടോ? ഈ ഹൈ ബീമിലാണ് കുറേ നേരം കിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻ ദ സെഗ്മെൻറ്റ് ഒരു ഹൈ ബീം വാണിംഗ് തരുന്നുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, എതിരെ വരുന്ന കസ്റ്റമേഴ്സിന് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ് തിങ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാസ് മോഡലും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവനെ 6.49 lakhs പ്ലസ് 2.6 rupee പെർ കിലോമീറ്ററിന് സ്വന്തമാക്കാം. ബാസ് വേരിയൻ്റ് എന്ന് പറയുന്നൊരു വേരിയൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 9.89 സ്റ്റാർട്ട് ചെയ്യുന്നത്, 9.69 സ്റ്റാർട്ട് ചെയ്യുന്നത്. 10.89 40 കിലോവാട്ട് കിട്ടും. നമ്മൾ 12.89 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഓപ്ഷൻ കിട്ടും. 2 ലക്ഷം രൂപയോളം കുറച്ചിട്ടാണ് ഇറക്കിയേക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. വിപ്ലവം സൃഷ്ടിക്കുന്ന ഇവന്മാരാ, സേഫ്റ്റിയും എല്ലാ കാര്യത്തിലും മൊത്തത്തിൽ മാർക്കറ്റിനെ പിടിച്ചൊരു എവല്യൂഷനൈസ് ആക്കുന്ന ടാറ്റ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ഇനി പല പപ്പടങ്ങൾക്കും പുറകെ വരേണ്ടി വരും. ഇത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞാൽ ഈ സ്വിച്ചസ് കുറച്ചുകൂടെ ചേഞ്ചസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നും സംസാരിച്ചു സർവീസിൻ്റെ ഇഷ്യൂസിൻ്റെ കേസസൊക്കെ. പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ സംസാരിക്കുക. എസ്പെഷ്യലി EV പോലത്തെ വെഹിക്കിൾസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഡ്രാസ്റ്റിക്കലി. EVക്ക് ഒത്തിരി സർവീസിൻ്റെ പോലും ആവശ്യമില്ല. പിന്നെ ലൈഫ് ടൈം വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ ശരിക്കും ഒരു അടിപൊളി ഡീലായിട്ടുണ്ട്.